സോജി മാഡം കേൾക്കാമോ? മാഡത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. സോജി മാഡത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. കേൾക്കാമോ? കേൾക്കാമോ? ജൂലി മാഡം ഓഡിബിൾ ആണോ? മാഡത്തിന്റെ മൈക്കും മ്യൂട്ടാണ്. മാഡം മൈക്ക് മ്യൂട്ടാണല്ലോ. ജൂലി മാഡം ഇപ്പൊ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം. ഞാനത് സെർച്ച് ചെയ്യുമായിരുന്നു ഫോൺ വിളിക്കാൻ വേണ്ടി. ഓൾറെഡി എന്റെ മ്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലായിരുന്നു. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. ബോബി സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ബോബി സാർ, Ronald sir, shall we start? ബോബി സാറിന്റെ മൈക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോൺ സാർ വരണം, ജിനു സാർ വരണം. സാറേ പറഞ്ഞോളൂ. ബോബി സാർ കേൾക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാം. ഓക്കെ, ഇപ്പോഴാണ് ആക്ച്വലി അൺമ്യൂട്ട് ആയത്. താങ്ക് യു. റൊണാൾഡ് സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ജോൺ സാറ് ജോയിൻ ചെയ്തിട്ടില്ലേ? ജോൺ സാറിനെ ഞാനിപ്പോ വിളിച്ചിരുന്നു. ജോൺ സാറിന് അവിടെ നെറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോ സാർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. സാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജിനു സാറും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിനു സാർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും.
Okay. Okay. Thank you. Shall we start, sir? മാഡം ജോൺ സാറും ജിൻ സാറും കൂടി ഒന്ന് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം മാഡം. John sir already is there. ജോൺ സാർ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ജോൺ സാർ, can we start, sir? 101 participants ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന്റെ അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. Yeah. Okay. Jin sir join ചെയ്യാം. I am also ready. ഒരു മിനിറ്റ് ഓപ്പൺ ആയ സാർ. Good afternoon, Bobby sir. Good afternoon, sir. Okay. We have a ചെറിയ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട് ഇവിടെ. Suddenly the net has gone. No problem. Okay. And we'll also wait for our full free assistant director വരാൻ ഒരു താമസമുണ്ട്. Just Okay, for 5 minutes we'll wait. Okay, no? Yeah, okay, sir. No problem.
ജോൺ സാർ, ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. നമ്മളെ അച്ഛനും കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. സാർ അച്ഛനെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അച്ഛൻ then we'll proceed. Shall we start? Okay, അച്ഛൻ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Good afternoon all. LSE College of Pharmacy immensely grateful to welcome you all to the webinar on opportunities in pharmacy. So before we get into the session, let me remind you with a few things. First of all, during the session, please mute your devices. And at the same time, if you have any queries regarding the session, please drop it in your chat box. Okay. Thank you. So today, 25th of September, we are celebrating the World Pharmacists Day globally. Aim to show how pharmacists contribute to the world for effective and better healthcare. The dynamic changes in the global healthcare scenario has transformed the pharmacy profession into a multidisciplinary one. So, without much delay, let me move on to the session. So, first of all, I would like to invite Dr. John Joseph, Principal, LSE College of Pharmacy, to welcome the gathering. Good afternoon to one and all. ഇന്ന് നമ്മൾ വേൾഡ് ഫാർമസിസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ വളരെ മൗനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫാർമസിസ്റ്റ്. ഡോക്ടേഴ്സ് ഡേ, നഴ്സ് ഡേ എല്ലാം ആരോഗ്യ മേഖലയിൽ വളരെ ആഘോഷമായിട്ട് തന്നെ നടത്താറുണ്ടെങ്കിലും നമ്മളുടെ ആഘോഷം നമ്മളിൽ തന്നെ നീങ്ങുന്ന ഒരവസ്ഥയായിപ്പോൾ ഇന്നത്തെ ഈ കാലത്ത്, COVID-19 കാലത്ത് ഏറ്റവും സ്തുത്യർഹമായിട്ട് ബിഹൈൻഡ് ദ സീൻ കൊണ്ട് സേവനം ചെയ്യുന്ന ഫാർമസിസ്റ്റിനെ പലപ്പോഴും സമൂഹം മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വർഷത്തെ തീം, ഫാർമസി ഡേയുടെ തീം ഫാർമസിസ്റ്റ് ട്രാൻസ്ഫോമിംഗ് ഗ്ലോബൽ ഹെൽത്ത് എന്നാണ്. ടു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നുള്ളൊരർത്ഥം അതിനുള്ള. അപ്പൊ തീർച്ചയായിട്ടും കാരണം ഒരു പുതിയ മരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിന് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും we must be proud of ourselves. We are proud to be a pharmacist. ഈ അവസരത്തിൽ ഫാർമസി ഡെവലപ്മെന്റ്സിനെ പറ്റിയൊക്കെ ധാരാളം വെബിനാർസും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ കോളേജിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് അടുത്ത നാളുകളിൽ ഏതാനും വർഷങ്ങൾ, 1-2 വർഷത്തിനുള്ളിൽ തന്നെ ചുവടുവെക്കുന്ന ഫാർമസി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എത്ര വിപുലമാണ് ഈ മേഖല എന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവരെ ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഒരു പൂർവ്വ അധ്യാപകനും കൂടിയായിരുന്ന പ്രൊഫസർ ഡോക്ടർ ബോബി ജോൺസിനെയാണ്. ഇൻഡസ്ട്രിയിലും റിസർച്ചിലും അക്കാഡമിയിലും ഒക്കെ ഏറെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ബോബി ജോൺസ് സർ. അപ്പൊ സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ പൂർവ്വ തട്ടകമായ LSE കോളേജ് ഓഫ് ഫാർമസിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിങ്ങനെ എന്ത് പ്രോഗ്രാംസ് നടത്തിയാലും
നമ്മുടെ കോളേജിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്ന് ഷനുവച്ചൻ നമ്മോട് കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഫാർമസി മേഖലയെ പറ്റി അല്ലെങ്കിൽ ഒരു വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ് ഇന്ന് എന്ന് നമ്മളുടെ മാനേജ്മെന്റിന് പോലും ബോധ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ പറഞ്ഞപ്പോഴാണ് അവരൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഷനുവച്ചനെയും ഞാൻ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അധ്യാപകര്, അനധ്യാപകര് എപ്പോഴും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും വിഷമകരമായ കാലഘട്ടത്തിലും ഏറ്റവും സന്തോഷത്തോടു കൂടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നമ്മുടെ എല്ലാം സമ്പത്തായ ലിസി ഫാർമസി കോളേജിന്റെ സ്റ്റുഡൻസിനെ അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നല്ല വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. താങ്ക് യു. Thank you, sir. We're delighted to have with us Reverend Father Shanu Munyeli, Assistant Director, Lisi Medical and Education Institutions, to felicitate the gathering. Hello, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon. Respected Principal John sir, ഇന്നത്തെ നമ്മുടെ സ്പീക്കർ പ്രൊഫസർ ഡോക്ടർ ബോബി സാർ, ജിനു സാർ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, പിന്നെ എല്ലാ സ്റ്റുഡൻസും. അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും ഇന്ന് ജോൺ സാർ പറഞ്ഞ പോലെ ഇന്ന് ഫാർമസിസ്റ്റ് ഡേ ആണ്. ഞങ്ങളെ അറിയിച്ച് ഞങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ വിഷ് ചെയ്യാണ്. ആദ്യം ഞങ്ങൾ ചെയ്യണത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഫാർമസി പഠിച്ച് ഫാർമസിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന, ഫാർമസിസ്റ്റ് ആയി ലെക്ചറർ ടീച്ചിങ് ഫീൽഡിലൊക്കെ ഇന്ന് സജീവമായിട്ട് സാന്നിധ്യമായിരിക്കുന്ന, ഇനി ഒരുപാട് പേര് ഈ ഫാർമസി പഠിക്കാനായിട്ട് വരുമാ പോകുന്ന എല്ലാവർക്കും ഈ വേൾഡ് ഫാർമസിസ്റ്റ് ഡേയുടെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. ഇന്നത്തെ തീം തന്നെ ട്രാൻസ്ഫോമിങ് ഗ്ലോബൽ ഹെൽത്ത് എന്ന് പറയുന്ന നല്ലൊരു തീമാണ്. സാർ അതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുകയുണ്ടായി. അപ്പോൾ ഡയറക്ടേഴ്സിന്റെ പേരിലും ജെറിയച്ചന്റെ പേരിലും മറ്റ് ഇവിടെയുള്ള ലിസി കുടുംബത്തിന്റെ പേരിലും എല്ലാ ഫാർമസിസ്റ്റിനും വേൾഡ് ഫാർമസിസ്റ്റ് ഡേയുടെ മംഗളങ്ങള് ആശംസകളും നേരുകയാണ്. ഈ സമയം എന്ന് പറയുന്നത് 1:15 എന്ന് പറയുന്നത് നല്ല വിശപ്പേണ്ട സമയമാണ് അല്ലെ? എല്ലാവരും സ്റ്റുഡൻസ് ഒക്കെ വീട്ടിലായതുകൊണ്ട് ഭക്ഷണം കഴിച്ചോന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇതിന്റെ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും, ചിലവര് കട്ട് ചെയ്തിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും പക്ഷെ ഈ വേൾഡ് ഫാർമസിസ്റ്റ് ഡേയുടെ ഈ ദിവസം പ്രത്യേകിച്ച് ഫാർമസി കോളേജ് ഇങ്ങനെ ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ആനുകാലികമായ ഒരു ഫാർമസിയിലെ കരിയറിനെ കുറിച്ച് നമ്മുടെ ഫാർമസി കോളേജിൽ അധ്യാപകനായിരുന്ന ഒരു സാറിനെ തന്നെ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് അതിന്റെ വിപുലമായ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് കാണിച്ച ഫാർമസി കോളേജിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം നേരുകയാണ്. ഞാൻ ഇന്ന് ഈ ഫാർമസി ഡേയുടെ പ്രസക്തിയെ കുറിച്ചും വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചും സാറ് തീർച്ചയായിട്ടും സംസാരിക്കും. ഒരു മാസം മുമ്പ് നമ്മുടെ കിഴക്കമ്പലത്തെ വികാരിച്ചൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്റെ ഇടവകയില് ഒരു കുട്ടി ഫാർമസി പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഫാർമസി എന്റെ ബിഫാമോ ഡിഫാമോ പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയായാലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷെ കുട്ടി പഠിച്ചിരിക്കുന്നത് കൊമേഴ്സ് ആണ്. ഇനി ആ കുട്ടി പഠിക്കാൻ പോകുന്നത് വീണ്ടും +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതിന് ശേഷം ഫാർമസിക്ക് 2 വർഷം കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചത്. ഞാൻ പറഞ്ഞു, കിട്ടായിരിക്കും അച്ഛാന്ന് പറഞ്ഞു. അവര് കാരണം പറഞ്ഞത് ഒരു പെൺകുട്ടിക്കാണ്, അവള് വിവാഹം കഴിച്ചു, അവൾക്ക് ഹസ്ബൻഡിനോടൊപ്പം നാട്ടില് ഒരു ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ആ കടയൊക്കെ നോക്കി നടത്തണം. അപ്പോ ഞാനത് പെട്ടെന്ന് ചിന്തിച്ചത് ഈ ഫാർമസി ഡേയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത്രയേറെ പഠിച്ചു കഴിഞ്ഞ് വേറൊരു ഫ്യൂച്ചർ വേറൊരു മുൻപിലുണ്ട്, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ഫാർമസി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കാണിക്കുന്ന ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലുണ്ട് എന്നുള്ളത് സ്റ്റുഡൻസിനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കോളേജിൽ ഈ വർഷം ഒത്തിരിയേറെ കുട്ടികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ കൂടുതൽ കുട്ടികൾ നമ്മുടെ കോളേജിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്ന് കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഫാർമസി കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കാലിക പ്രസക്തവുമായതുള്ള കാര്യമാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ മേഖലയായാലും, പഠിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മേഖലയിൽ ജോലിക്കായാലും, ഇൻഡസ്ട്രിയിലായാലും, പിന്നെ എന്താ പറയുക റിസർച്ചിന്റെ മേഖലയിലായാലും, ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് പുതിയ സാധ്യതകൾ തെളിയുന്ന ഒരു മേഖലയാണ് ഫാർമസി പഠനം. തീർച്ചയായിട്ടും അത് അതിനുവേണ്ടി താല്പര്യം കാണിച്ച് അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവി ഒത്തിരിയേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇത് സംഘടിപ്പിക്കുന്ന ഫാർമസി കോളേജിന്, പ്രിൻസിപ്പാളിനും മറ്റ് ജിനിസാറിനും മറ്റ് ടീമംഗൾക്കും ഫാക്കൽറ്റി മെമ്പർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മളെ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് നൽകാനായിട്ട് നമ്മളോട് ആയിരിക്കുന്ന ബോബി സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ലിസി കുടുംബത്തിന്റെ ഡയറക്ടറിന്റെയും പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, Father, for your kind words. So now let me invite Mrs. Julie Kurian, Assistant Professor, Lisi College of Pharmacy, to introduce the resource person. Good afternoon to all. Today, I feel extremely privileged to introduce the speaker of today, Professor Dr. Bobby Johns. He is a professor in the Department of Pharmaceutics, St. Joseph's College of Pharmacy, Cherthala. He is a former teacher of our institution. He procured his B.Pharm and M.Pharm in Pharmaceutics from T.N. Dr. M.G.R. Medical University, Chennai, and PhD from JJT University. Presently, he teaches B.Pharm, M.Pharm, PharmD students, and guiding PhD scholars. I feel truly blessed that myself is also pursuing PhD under his guideship. His research interest includes biopharmaceutical parameters of drugs affecting clinical outcomes and development of novel drug delivery systems to enhance bioavailability. Dr. Bobby Johns is a recognized guide, examiner, question paper setter, and inspector at various Indian universities. He got experience in pharmaceutical industries and offers technical consultancy to many pharma firms like Pharma French, Himachal Pradesh, and Besker formulations for the bioequivalence and bioavailability studies. As a teacher, Dr. Bobby uses advanced teaching pedagogy to impart quality in education, where students are considered as the main component of education system. Moreover, he has completed MBA in Pharma Management and Human Resource Management from National Institute of Management, and also various certificate programs, like one in biopsychosocial aspects in healthcare counseling and quality assurance system. He has also completed certificate programs in psychology from Yale University, USA, and Q Training Academy, UK, and drug discovery from UC Santiago. Dr. Bobby has received various recognitions and fellowships for his excellence, like Fellow of Academy of General Education, Manipal, India, and he is a recipient of Venus International Foundation Professor of Year Award in Pharmaceutics 2019. He is a member of many professional organizations in the prestigious Royal Pharmaceutical Society of Great Britain, Commonwealth Pharmacists Association London, ISSX, and many more. Professor Dr. Bobby Johns has to his credit 32 high impact and indexed international publications, along with book chapters. He serves in the editorial board of many pharmaceutical journals. With this brief introduction, I welcome Professor Dr. Bobby Johns to take over the session of this World Pharmacist Day conducted in our Lisi College of Pharmacy. Welcome, sir. Thank you very much, Julie. I think you can hear me, isn't it? Yes, sir, you're audible. Yeah, okay. Thank you. First of all, respected director, respected assistant director, Reverend Father, Dr. John sir, my brother-like
ex-principal, means when myself is concerned, as well as my guru, then Anida madam, Jinu sir, Sony, Julie, and I can see Ronald also. Very happy to see all of you. Actually, when I'm looking at all of you, I feel like I am back in Lisi College of Pharmacy. So I think I cannot give a very, what you can say, formal kind of talk today. Okay. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാഷ്വൽ ആയിട്ട് ഒരു ടോക്ക് നടത്തി പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ however, at the outset, I'm very thankful to all of you, especially John sir, for inviting me for this talk. And also I wish all of you a very happy Pharmacist Day. So can I share my screen with you? I think my screen is visible, right? Yes, sir, it is visible. Okay, thank you. Okay, so my dear students, I'm very happy to have some interactive session with you. Especially, I know that Diploma in Pharmacy as well as B.Pharm up to 5th semester students are there. So I just want to tell you something. I told you I'm going to talk to you in a very casual manner. So don't expect anything very academic kind of teaching or something. So actually, sir already പറഞ്ഞു വേൾഡ് ഫാർമസിസ്റ്റ് ഡേ എല്ലാ 25th സെപ്റ്റംബറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. This is the 10th World Pharmacist Day we are celebrating. Okay, and actually this World Pharmacist Day is constituted by Federation of International Pharmacists. We call it as FIP. The headquarters of FIP is situated at Netherlands, and they are conducting these kind of activities as well as they are working for the welfare of the pharmacy community globally. Okay, so first thing I want to tell you is anybody can become a member of FIP. Even the students also can become a member. Okay, so go to their site. If you're interested, you can become a member after paying a small amount of fee. For students, I think the fee is very less. Okay, so if you become a member, you will get many benefits like updated informations on their seminars, international seminars. You will get some publications. All those things you will get. Okay, so this year the theme of our World Pharmacist Day is transforming global health. Actually, the president of FIP, his name is Dominic Jordan. This year he told the words which you can see right now. That is, this World Pharmacist Day is an opportunity to communicate how together pharmacists are transforming health through a variety of health services in their communities, including advising on healthy living, vaccinating to prevent disease, ensuring that medicines are taken correctly, and so on. So, transforming global health in this particular scenario, John sir പറഞ്ഞ പോലെ COVID-19 എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഓവർനൈറ്റിൽ നമ്മുടെ ലൈഫ് എല്ലാം ചേഞ്ച് ആയി. ഒരു ഓവർനൈറ്റ് കൊണ്ട് നമ്മൾ ടെക്നോളജിയെ ഓവർ ഡിപ്പെൻഡന്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് നിർബന്ധിതരായി. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഗ്ലോബൽ ഹെൽത്ത്, ട്രാൻസ്ഫോമിംഗ് ഗ്ലോബൽ ഹെൽത്ത് എന്നുള്ള തീമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ അത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ആക്ച്വലി ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ഗ്ലോബൽ സിനാരിയോ, ബട്ട് ഐ വാണ്ട് ടു talk something about the career opportunities in pharmacy so that the students like you will be benefited. Okay, so we know that pharmacists or the pharmacy graduates, the students, we used to say that we are very special kind of people, but actually we look special, but actually we are not. Okay, so usually ഞാൻ എവിടെ പോയാലും ഫാർമസിസ്റ്റുകളെ കുറിച്ച് ടോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പടം കാണിക്കാറുണ്ട്. എനിക്ക് ഇതൊന്ന് മനസ്സിലാക്കണം. Looking very special, but actual practice we are not very special. We feel like that due to many reasons. Okay, but at the same time, if you go for some other professions, they look very simple, but
they are very special. So they are speciality. Okay. So that means we always need more knowledge as well as skill to become a proud pharmacist. Okay. That's why I was showing you this diagram. And also one more thing we have to understand, whenever we are going to any kind of career setup, there should we have to keep a physician pharmacist relationship very healthy there. That also we have to keep in mind, because സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചു വരുന്ന ഒത്തിരി സ്റ്റുഡൻസിന് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റൈറ്റിയാണ്, അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഒരിക്കലും അങ്ങനെ നമ്മൾ വരരുത്. ഫിസിഷ്യൻ, ഫാർമസിസ്റ്റ് ആൻഡ് വിത്ത് ഓൾ അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വി ഹാവ് ടു വർക്ക് ആസ് എ ടീം. അത് നമ്മൾ ആദ്യം മനസ്സിൽ കരുതുക. ഓക്കെ. സോ നമുക്കറിയാം ഫാർമസി അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. This is a diagram of an old pharmacist. Okay, but now you can see pharmacists are almost on par with any other kind of medical professionals. Okay, so pharmacists are actually highly qualified professionals. So they are experts in medicine. Studying pharmacy, their intellectual level is very high. They are having very in-depth knowledge in a range of subjects, from the basic subjects up to the advanced subjects. Okay. And also we have to develop advanced communication as well as problem solving skills as well as research skills, because nowadays all these things are very important. So 21st century pharmacist is not a person who merely procure, prepare, distribute and control drug products. He is above that. Okay. Now, in addition to all these things, pharmacists have to function as to necessary to discharge a particular set of social responsibilities related to proper therapeutic use of drugs in the aspects like prescribing, dispensing and administering drugs, documenting professional services. Also, they are directly involving in patient counseling, and they are involving in patient related matters nowadays. We know that clinical pharmacists are doing that. Reviewing drug usage and educating people, consultation as well as counseling. All these things are coming under pharmacist purview nowadays. Okay. Students, എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് കേട്ട് ഓൾറെഡി അവർ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. അതിൻ്റെ കൂടെ ആഫ്റ്റർനൂൺ ടൈമാണ്. സോ ഞാൻ വളരെ ബോറാക്കാതെ തന്നെ അങ്ങ് പറയാം. വൈ വി ഹാവ് സെലക്ടഡ് ഫാർമസി? എന്തുകൊണ്ടാണ് ഫാർമസി? ബിക്കോസ് if you see the history, we can see that pharmacy is always an evergreen career or an evergreen profession. And pharmacists are a vital part of the healthcare team. And for a pharmacist, there are outstanding career opportunities. And pharmacists can earn excellently, or there are excellent earning potentials for pharmacists. Not only that, if you take the history of all the professions, pharmacy can be considered as a trusted profession. Okay. സോ എന്തുകൊണ്ട് നിങ്ങൾ ഫാർമസി എടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് പ്രൊഫഷൻസ് ഇൻ ദ ഗ്ലോബ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. ചിലപ്പം നിങ്ങൾ പഠിത്തത്തിന്റെ സ്ട്രെസ്സിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തയൊക്കെ വരും, എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. അതിന്റെ ആവശ്യം ഇനിയില്ല. സോ ഞാൻ നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാണ്. യു ആർ സെലക്ടഡ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ. നൗ pharmacy, where can pharmacy take us? It's one of a key player in healthcare in future worldwide. But actually what a pharmacist actually do and where do they put their skills to use? എന്താണ് ഫാർമസിസ്റ്റുകൾ ചെയ്യുന്നത്? ഇവർക്കുള്ള സ്കില്ല് ബ്രാഞ്ച് ഓഫ് ജോബ് അല്ലെ ഏത് ബ്രാഞ്ച് ഓഫ് ഫർദർ എഡ്യൂക്കേഷനെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ ആവണം എന്നുള്ളത്. ഓക്കെ. സോ 2-3 വാക്കിൽ പറയുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ, ക്രെഡിബിലിറ്റി, റിവാർഡിംഗ്, ഫ്ലെക്സ്. സോ അഗെയിൻ the reasons to choose pharmacy: it's a very noble as well as respected profession. It involves helping people around you with what is often their first priority, health. നമുക്കറിയാം ഹെൽത്ത് എന്നുള്ള എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന. വി ആർ
surrounding them actually. Okay. So then excellent employment potential, I told you already, provides continues the learning opportunities. Okay, after finishing your B Farm or whatever it may be, your graduation, we have so many other opportunities to continue your studies. Okay, now it makes you independent. Okay, and also you can take your pharmaceutical skills anywhere in the country, or for that matter for the world, anywhere you can use your pharmaceutical skills. It is not only restricted to a particular country. Okay, if you take some other profession, you can practice here only, but in pharmaceutical profession, it is up to you. Depend upon your skill, you can go anywhere and work. Okay, so now we will come to the real scenario. We know that the programs offered in India in pharmacy, basically these are the programs. Diploma in pharmacy, we know that it's a 2-year course. B Farm, now it has been converted to 8 semesters course. Previously it was 4 years. M Farm 4 semesters. M Farm, you know that there are so many specializations like pharmaceutical chemistry, pharmaceutics, pharmacognosy, pharmacology, pharmacy practice, like that. Then PharmD is there. Recently a new course. One thing we have to understand, PharmD is exclusively a clinical oriented course. Okay. So PharmD graduate related activities as well as physician than the normal pharmacist. Okay. So PharmD is a 6 years course. And apart from this, after your graduation or post-graduation, you can go for the PhD in pharmaceutical sciences or pharmacy. Okay. And before going for any further profession, means before going for doing any job, you have to register yourself with the concerned State Pharmacy Council as per the Pharmacy Act. Okay. Once you are registered in the State Pharmacy Council, for example, in Kerala State Pharmacy Council, which is situated at Trivandrum, you have to register. Then only you can practice pharmacy in our place. Okay. So these are the basic things regarding the programs in pharmacy. Now, I'll tell one by one. Diploma in pharmacy, minimum qualification to work as a pharmacist in India. Okay. ഇനി എവിടൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് സ്റ്റോറിൽ വർക്ക് ചെയ്യാം, പ്രൈവറ്റ് ആസ് വെൽ ആസ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഫാർമസിസ്റ്റുകളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ entry level job in pharmaceutical industries. Many pharmaceutical industries are taking this diploma candidates for their entry level job, like some production jobs as well as some other kind of jobs also. Okay, then you can work as medical representatives, and also you can start your entrepreneurship. That means you can start your own medical store basically. Okay. So these are the important areas where a diploma in pharmacy candidate can work. കഴിയുന്ന ആൾക്കാർക്ക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ ഗവൺമെന്റിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി കിട്ടും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ESI ഹോസ്പിറ്റൽ, ഇങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ESI ഹോസ്പിറ്റൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഫാർമസിസ്റ്റുകളായിട്ട് ജോലി കിട്ടും. ഓക്കെ, സോ വെൽ ഓഫ് ആയിട്ടുള്ള ജോലികളായിരിക്കും. ഇതാണ് ഡിപ്ലോമയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജോബ് ചാൻസസ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്ന പോലെയാണ് ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കും. ഇഫ് യു ആർ റെസ്ട്രിക്റ്റിംഗ് യുവർ സെൽഫ് ടുവേർഡ്സ് സംതിങ്, അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഡിപ്ലോമ, after successfully completing a diploma course, you can go for a B Farm. We call it as lateral entry. That means second year B Farm onwards you can go. 3 years only you have to learn B Farm. And also there's a recently there are some specialized courses for diploma graduates. Some courses related with the law, intellectual property rights law യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഇപ്പോൾ ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നടത്തുന്നുണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആ കോഴ്സിന് വിളിക്കുന്ന സമയത്ത് ഇഫ് യു അപ്ലൈ, ഒരു ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസി പറയുന്നുണ്ട്. ഈ IPR ലോ കോഴ്സുകളൊന്നും ഗ്രാജുവേറ്റ് കോഴ്സുകളല്ല, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പോലത്തെ കോഴ്സുകളാണ്. ബട്ട് ഇഫ് യു ഡു ദാറ്റ്, ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ടിരിക്കും. യു വിൽ ഗെറ്റ് സം അഡ്വാൻറ്റേജ് ബിക്കോസ്
ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഇപ്പം കൂടുതൽ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അങ്ങനെ ഉള്ള ഒരു നോളജ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ചാൻസസ് കിട്ടും. സോ അത് മനസ്സിലാക്കുക. ഇതാണ് ഡിപ്ലോമയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള ജോബ് ചാൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഒരു മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഇൻ ഫാർമസി അല്ലെങ്കിൽ ബി.ഫാം. ഓക്കെ, ഇവിടെ ജോബ് ചാൻസസ് അല്ലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് ഈസ് മോർ വാസ്റ്റ്. Pharmaceutical industries are there, marketing is there, drug administration departments are there, both state government as well as central government. Public sector undertakings are there, for example, Indian Railways, then Air India, like that, so many are there. Okay, they are also hiring pharmacists for their various needs. Okay, then entrepreneurship you can start your own industry, pharmaceutical industry. Then academic chances are there. B.Pharm graduates can teach in diploma colleges. Then there are so many miscellaneous kind of chances are awaiting for you. Okay, and apart from this, if you want to go for higher studies, there are so many chances, like pharmacy post graduation, like M.Pharm. I told you there are so many specializations are there. Depend upon your interest, you can take the specialization which you want. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാം. അതായത് 7th സെമ്മിൽ നിങ്ങൾ B.Pharm സ്റ്റുഡൻസ് ചെല്ലുമ്പോൾ യു വിൽ ബി ഹാവിംഗ് എ പർട്ടിക്കുലർ ടോപ്പിക് കോൾഡ് ആസ് പ്രാക്ടീസ് സ്കൂൾ. ഓക്കെ, പ്രാക്ടീസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ചോയ്സ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്ക് എടുത്തിട്ട് പ്രാക്ടീസ് സ്കൂൾ ചെയ്യാം. ഓക്കെ, എന്തിനാ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എടുത്തിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഫാർമസി റിലേറ്റഡ് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ you will be able to find out your aptitude. ഏത് സൈഡിലോട്ടാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്നുള്ളത് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ പ്രാക്ടീസ് സ്കൂൾ. രണ്ടാമത്തെ റീസൺസ്, ജോബ് സെലക്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി പോകണോ, ഞാൻ ഇൻഡസ്ട്രിക്ക് പറ്റിയ ആളാണോ അതോ മാർക്കറ്റിങ്ങിന് പറ്റിയ ആളാണോ, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് സ്കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ബേസിക് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രാക്ടീസ് സ്കൂൾ. ഓക്കെ, അത് ഈ സെമ്മിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. 7th സെമ്മിലാണ് പ്രാക്ടീസ് സ്കൂൾ ഉള്ളത്. സോ അത് ഞാൻ സ്റ്റുഡൻസ് ഒന്ന് അവെയർ ആയിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സോ വാട്ട് എവർ ഈസ് യുവർ interesting topic you can take for practice school. Okay, now these are the higher studies option. Now if you don't want to go for pharmacy post graduation, you can select any other kind of post graduation like MBA, some MTech, some universities are offering. Similarly, All India Institute of Medical Sciences, their oncology drug assay, there is a course. National level entrance. Okay, sir, am I audible? Is there any problem with the connection? Sir, it seems the connection is unstable. Sir, the sound ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട്. ഇപ്പോ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കൂടുതലുണ്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഇൻസ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. താങ്ക് യു. Okay, so that is the further chances which are awaiting for you after your B.Pharm. Okay, so job prospects after B.Pharm, you can I don't know whether you can see it clearly. ഈ ചാർട്ട് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം ഞാൻ അത് നെറ്റിൽ നിന്ന് എടുത്തോണ്ട്. എന്നാലും ഞാനത് ഓടിച്ച് പറയാം. Pharmaceutical industries are there for B.Pharm after B.Pharm. Then marketing is there. As I told you, drug administration, state as well as central drug administrations are there. Academic field is there. Then there are miscellaneous job opportunities are there. Similarly, entrepreneurship also you can take. Okay, in pharmaceutical industries, അവിടെ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ്. അത് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അതായത് പ്രൊഡക്ഷൻ ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, പർച്ചേസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്, അതായത് റെഗുലേറ്ററി അഫയേഴ്സ് പോലുള്ള ഏരിയയെ. അങ്ങനെ അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വിച്ച് എവർ ഇസ് അവർ ഇൻട്രസ്റ്റ്, അതനുസരിച്ച് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി മാർക്കറ്റിംഗിൽ പോയാലും മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്,
then after promotion you will become area manager, then regional manager, state manager, like that. Okay, so avade nammade options korchu koodalana. Drug administration poyale state level as well as central government drug administration la namukku ottiri chances undu. PSC exam ezhudanam, drug inspectors undu, central drug control laboratory undu, adinathe ottiri options, ottiri job opportunity namukkundu. സ്റ്റേറ്റില് സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ലബോറട്ടറീസ് ഉണ്ട്. കേരളത്തിലുള്ള സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ലാബിൽ ഒരെണ്ണം എനിക്കൊന്ന് കാക്കനാടാണുള്ളത്. അവിടെ അധികം അപ്പോയിന്റ്മെന്റുകൾ നടക്കാറില്ല, എന്നാലും PSC വഴി നടന്ന് കിട്ടിയാൽ നല്ലതാണ്. സോ അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇനി അക്കാഡമിക്ക് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഡിപ്ലോമ കോളേജുകളിൽ BPharm സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാനായിട്ട് പറ്റും. സിമിലർലി എബ്രോഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റെന്തെങ്കിലും PG കോഴ്സുകൾക്ക് വേണ്ടി എബ്രോഡ് പോയി സ്റ്റഡി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, മിസലേനിയസ് അല്ലെങ്കിൽ വേറെ ഇതൊന്നും അല്ലാത്ത ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ബാങ്ക്, ഇപ്പൊ ചില ന്യൂ ഏജ് ബാങ്കുകൾ വരെ അവരുടെ മെയിൻ സ്ട്രീമിലോട്ട് ഫാർമസിസ്റ്റുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി IT ആസ് വെൽ ആസ് ഇൻഷുറൻസ് സെക്ടേഴ്സ് ഇപ്പൊ ഫാർമസിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി തുടങ്ങാം. സിമിലർലി റീറ്റെയിലോ ഹോൾസെയിലോ ഫാർമസി വേണേ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ പറയുന്ന ഡ്രഗ് സ്റ്റോർ, അത് വേണേ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BPharm ഈസ് വെരി വൈഡ്. ഓക്കെ, സോ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇവിടെ ഒരു കാര്യം എടുത്ത് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് $33 ബില്യൺ ആണ് നമ്മുടെ ടോട്ടൽ ഇത് ഇൻകം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമുക്കിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊവൈഡർ ഓഫ് ജനറിക് മെഡിസിൻസ് ആണ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ സ്കോപ്പ് വളരെ വളരെ വലുതാണ്. ഓക്കെ, അത് കൂടി വരത്തേ ഉള്ളൂ. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ഹൈദരാബാദ്, മുംബൈ, പൂനെ, ഹിമാചൽ പ്രദേശ്, ചെന്നൈ, ബാംഗ്ലൂർ, ലൈക്ക് ദാറ്റ്. പിന്നെ ചെറിയ ചെറിയ കമ്പനികളൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ പേറ്റൻസ് ആക്ട് 1970 ഒക്കെ വന്നേ പിന്നെ ഗവൺമെന്റ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളെ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും BPharmസിനെ സംബന്ധിച്ച് ഒരു എവർ ഗ്രീൻ ഏരിയയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ BPharm ഫാർമഡി നിന്ന് രണ്ടായിട്ട് തിരിക്കാനുള്ള വൺ ഓഫ് ദ റീസൺസ് അതാണ്. കാരണം BPharms കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി ഇൻഡസ്ട്രിയുടെ ആ നീഡ്, ഫ്യൂച്ചറിലെ നീഡിനെ മനസ്സിലാക്കി അവർക്ക് നല്ല ജോബ് കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ വാട്ട് എവർ മേ ബി, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ COVID-19 വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ നമ്മൾ ഒത്തിരി സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഇതിന്റെ എല്ലാം ഫോർമുലേഷനും കാര്യങ്ങളും നടക്കുന്ന ഇന്ത്യയിലാണ്. ബിക്കോസ് വി ആർ ഹാവിംഗ് ദ ഫെസിലിറ്റീസ്. ഓക്കെ, ഇപ്പൊ സീറം ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നൊക്കെ പറഞ്ഞാല് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാക്സിൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ ഫീൽഡിൽ എപ്പോഴും ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻഡസ്ട്രി ദേ ക്യാൻ തിങ്ക് ഓഫ് ഗോയിങ് ടു ദ ഇൻഡസ്ട്രി. ഓക്കെ, ഇനി വേറൊരു കാര്യം, nowadays this pharmacy as well as information technology or artificial intelligence, AI, they are having great importance. Okay, ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോവുകയാണെങ്കിൽ there is a subject artificial intelligence, computer aided drug design ഒരു സബ്ജക്ട് ഇപ്പോൾ ഉണ്ട്. അതിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മുഴുവൻ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ഫാർമസി പോയാൽ തന്നെ കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് സിസ്റ്റങ്ങളെല്ലാം. ഓക്കെ, ന്യൂമാറ്റിക് ഫാർമസി ഒക്കെ അതിന്റെ ഒരു റിസൾട്ട് ആണ്. സിമിലർലി ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മെഷീനറീസ് എല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഓക്കെ, സോ we know that India is a strong IT base. Because of that itself, India is in a position to take advantage of this, that is pharmacy in connection with the information technology. Similarly, artificial intelligence also is a very growing field nowadays.
ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് വി ആർ സെറ്റിംഗ് എ സെറ്റ് ഓഫ് ആൽഗോരിതംസ് ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ എ പർട്ടിക്കുലർ പ്രോഗ്രാം. ഓക്കെ, അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് ഇറ്റ് വിൽ ആക്ട് അതിനെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്നു. അത് നമ്മൾ പറയുന്ന റൂൾസ് അനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നു. വിച്ച് ക്യാൻ ഇമുലേറ്റ് ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീങ്. ഓക്കെ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലുള്ള ഗൂഗിൾ അസിസ്റ്റന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഓൾ ദ മെഷീനറീസ് ആൻഡ് ഓൾ ദ പ്രോസസ്സസ് ഇൻ ഫാർമസി as well as pharmaceutical field, they are slowly changing into artificial intelligence based. Why? Because if we can change it into artificial intelligence based, there's a very, very less chance of error. Error കുറയ്ക്കാൻ വേണ്ടി അല്ലെ തെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ശ്രമിക്കുന്നത്. സോ ഇനിയുള്ള കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് as well as ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ ഫീൽഡിൽ വരുന്നുണ്ട്. Excuse me, there are so many companies are giving you the opportunity. Similarly, there are so many certificate courses in artificial intelligence. So all these things will be coming very soon. വളരെ താമസിക്കാതെ തന്നെ ഇതെല്ലാം ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടും അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന റീറ്റെയിൽ ഫാർമസി പോലും ഇത്തരം ആപ്ലിക്കേഷനുകളും അതിന്റെ കാര്യങ്ങളൊക്കെ വരും. സോ അത് വളരെ നല്ലൊരു ഫീൽഡാണ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അത് ഞാൻ നിങ്ങളെ ഒരു ആഡ് ഓൺ ഇൻഫർമേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നൗ you know that there is another field called as clinical field. But ഇപ്പോ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ബിഫാം സ്റ്റുഡൻസിന് ക്ലിനിക്കൽ ഫീൽഡിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇപ്പൊ ഫാർമസി കൗൺസിൽ ഫാംഡി എന്ന് പറഞ്ഞ് വേറൊരു കോഴ്സ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് എപ്പോഴും ഇഫ് യു ആർ പ്രൂവൻ യുവർ സെൽഫ്, നമ്മൾ വളരെയധികം പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കായിരിക്കും കൂടുതൽ ഒരു പ്രിഫറൻസ് കിട്ടുന്നത്. അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. സോ അത് നമ്മൾ നോക്കുക. ബട്ട് ഇഫ് യു ആർ സോ മച്ച് ഇൻട്രസ്റ്റഡ്, പാഷനേറ്റ് ഇൻ ക്ലിനിക്കൽ റിസർച്ച്, definitely you will get it, no problem. Okay, otherwise you have to go for some data entry kind of operations. Data entry means we know that there are different kinds of clinical trials going on, phase 1, phase 2, phase 3. അതിൽ phase 3 ട്രയലിൽ നമ്മൾ ഒത്തിരി ഡേറ്റാസ് കളക്ട് ചെയ്യും. പേഷ്യൻസിന്റെ അല്ലെ നമ്മൾ ആർക്കൊക്കെയാണോ ഡ്രഗ് കൊടുക്കുന്നത് ആ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്യും. ആ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് വെക്കുന്ന ജോബാണ് ഡേറ്റ എൻട്രി എന്ന് പറയുന്നത്. ഫാർമസിസ്റ്റുകൾക്ക് ഇപ്പൊ അത് ഒത്തിരി കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ IQVIA എന്നൊക്കെ പറയുന്ന കമ്പനികൾ കൊച്ചി തന്നെയുണ്ട്. ദേ ആർ ഓൾ ഡൂയിങ് ദാറ്റ്. ഓക്കെ, അത് നല്ലൊരു ജോബാണ്, നല്ല പേയ്മെന്റും ഒക്കെ കിട്ടും. ബട്ട് അത് ഫാർമസിസ്റ്റ് ബിഫാം കഴിഞ്ഞ ഒരാൾക്ക് അതുപോലെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതർവൈസ് യു ക്യാൻ ഗോ ഫോർ MPharm ക്ലിനിക്കൽ ഫാർമസി ഓർ സംതിങ് ഓർ PharmD or something, then you can go for that. അത് നിങ്ങളുടെ ഒരു അറിവ് വേണ്ടിയും പറഞ്ഞാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലിനിക്കൽ ഫീൽഡ് ഹിയർ ബിക്കോസ് ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഫീൽഡ്. Okay, so apart from this, graduates, that is basically B-Pharms, they are having overseas opportunities, especially in USA, Canada, UK, and nowadays especially ഹലോ, ഹലോ ബോബി സാർ. കേൾക്കാമോ സാറേ? കേൾക്കാം. കട്ടായി പോയിരുന്നു. മ്യൂട്ടായി പോയിരുന്നു. എനിക്കൊന്ന് ഹോസ്റ്റ് മ്യൂട്ടഡ് എന്നാണ് മെസ്സേജ് വന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. സോ these are the overseas careers and overseas opportunities. Okay, so ഇനി ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിനൊക്കെ നല്ല സാലറികളുള്ള ജോബ്സ് ആണ്. സാലറികൾ എത്ര എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ. നമ്മുടെ സ്കിൽ എത്രയുണ്ടോ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ, നമ്മുടെ കോഓപ്പറേഷൻ വിത്ത് അതേഴ്സ് എങ്ങനെയാണോ, ഇതാണ് നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ബോറടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ചെറിയ സ്റ്റോറി
പറയാം. സാധാരണ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഇടുന്ന സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് ദ ബെസ്റ്റ് ടൈലർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 3 tailors came to a city on the same day and went to live on the same street. The next morning, one of them had a notice outside his door, the best tailor in the city. The morning after that, the second tailor hung a bigger notice, the best tailor in the world. The third tailor was in a state of confusion about what to do. How could he be the best tailor in the world? Then a thought occurred to him and he smiled. Yes, that would I do. The next morning, a crowd gathered around the notice he had hung on his door that said, the best tailor in the street. Okay. നിങ്ങളിത് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാൾ ബെസ്റ്റ് ടൈലർ ഇൻ ദ സിറ്റി വെച്ചു, ഒരാൾ ബെസ്റ്റ് ടൈലർ ഇൻ ദ വേൾഡ് വെച്ചു, മൂന്നാമത്തെ ആൾ കൺഫ്യൂഷൻ ആയിട്ട് പുള്ളി വെച്ചു the best tailor in the street. So all that matters is what you're doing now to help people around you. That's the thing. Okay. Excuse me, sir. Yes, sir. Sir, screen share ചെയ്തിട്ടുണ്ടോ? Sir, screen കാണുന്നില്ല. Sir, share ചെയ്യാത്തതാണോ? സ്ക്രീൻ ഷെയറിംഗിലാണ് കിടക്കുന്നത്. 1 second. എനിക്ക് കണക്ഷൻ പോയതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. Sir, അതൊന്ന്. Yeah, 1 second. Sorry, it has gone to the beginning. കാണാമോ സാറേ? കാണാം സാറേ, കാണാം. Yeah, 1 second. Sorry for the trouble. അതാ ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോയി. Okay, so what I want to say is professionalism is not just the job you do, it's how you do the job. Okay. And prove and then proud to be a pharmacist. നമ്മളെല്ലാ ഫാർമസി സെലിബ്രേഷനും അല്ലെ ഫാർമസി മീറ്റിംഗ്സിനും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് proud to be a pharmacist. Okay. So prove, be knowledgeable, ആറ്റിറ്റ്യൂഡ് നല്ലതായിട്ടിരിക്കുക, മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഏറ്റവും നല്ല നോളജബിൾ ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളായിട്ട് മാറുക. Then only we can prove and proud to be a pharmacist. And also you have to stay tuned to the developing technology. നമ്മൾ ഒരു കോഴ്സ് എടുത്തു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈ കിട്ടി, അതോടുകൂടെ തീർന്നു എന്ന് വിചാരിക്കില്ലേ. ഓൾവേസ് യു ട്യൂൺ ഫോർ ദ ഡെവലപ്പിംഗ് ടെക്നോളജി. ഓക്കെ. എസ്പെഷ്യലി ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ഡിപ്ലോമ സ്റ്റുഡൻസ്. നമുക്ക് ഇന്റർനെറ്റിൽ there are so many certificate courses available nowadays. ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്. ചിലതിന് ചെറിയൊരു പേയ്മെന്റ് വരും. ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് വേണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ സ്വയം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്, SWAYAM, സ്വയം. ഇവിടെ പോയാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റ് നമുക്ക് ആ കോഴ്സ് ചെയ്യാം. ഓക്കെ. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ചില കോഴ്സുകൾക്ക് ഒരു എക്സാം ഉണ്ട്, ഒരു ദിവസത്തെ കാര്യമുള്ളൂ. കമ്പ്യൂട്ടറിൽ നമ്മൾ ഇരുന്ന് എക്സാം എഴുതേണ്ടി വരും. സം ഓഫ് ദ കോഴ്സസ്. സോ ഐ റിക്വസ്റ്റ് all of you, all the students, to do some add-on courses because you have to tune to the developing technology all the time. Okay. ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡി അല്ലെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. ഒരിക്കൽ കൊണ്ട് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഉള്ളതുകൊണ്ട് വി മേ തിങ്ക് ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ജോലിയാകും, പിന്നെ അങ്ങ് സുഖമായിട്ട് അതുമായിട്ടൊക്കെ പോകാമെന്നൊരു വിചാരം വരും. ഓക്കെ, അതിൽ കുഴപ്പമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ യു ഗെറ്റ് എ ടൈം ഓർ ആൻ ഓപ്പർച്യൂണിറ്റി, പ്ലീസ് ഗോ ഫോർ ദ സ്മോൾ ടോപ്പിക്സ്. ഐ എം നോട്ട് ടെല്ലിംഗ് യു ടു ഏതെങ്കിലും വേറെ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്താലും നല്ലത്. ബട്ട് എനിബഡി ക്യാൻ ഡു without any special qualification. Anybody can do. So many courses are available in the internet nowadays. Please go for that and do something and stay tuned to the technology. Okay. And also please develop your skills, attitude, knowledge, as well as your values. That's also very important, especially in the pandemic age like this. All these things are very important. Okay. So good luck as you embark on your new career as a pharmacist. And once again, I wish all of you a happy World Pharmacist Day. And this is a proverb by Warren Buffett, a business tycoon. Someone is sitting in the shade today because someone planted a tree a long time ago. So just ponder upon this particular proverb. It's not a proverb, it's a statement by Warren Buffett. Okay. So it's a very
self-explaining, meaningful sentence. That's why I'm putting it before you. So, എല്ലാവർക്കും എന്നെ കേട്ടിരുന്നതിന് വളരെ താങ്ക്സ്. എനിക്കറിയാം ഈ ഉച്ചകഴിഞ്ഞുള്ള സമയം ഇസ് നോട്ട് വെരി ഗുഡ് ആക്ച്വലി സ്പീക്കിംഗ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബോറായി കാണും. ഏതായാലും എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഓക്കെ, ഇത്ര മതിയായിരിക്കും അല്ലേ? താങ്ക് യു. Thank you, sir, for informative talk. So next we are moving on to the discussion session. So if you have any questions or queries regarding this session, you can ask to sir. Any questions? You can ask any question, no problem. I want to interact with you. Sir, good afternoon. Good afternoon, sir. പറയൂ. Sir, കുട്ടികളൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ അധ്യാപകർ അവർക്ക് ചോദിച്ച് മാതൃകയാകാന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ചോദിച്ചോ, നോ പ്രോബ്ലം. സാറേ, ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിഗ്രി ഇൻ ഫാർമസി, ഡോക്ടർ ഇൻ ഫാർമസി. അതെ. അപ്പോ ഈ 3 തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോ ഡിപ്ലോമ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ബിഫാം ഫാർമസി പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പുതിയതായിട്ട് ഫാർമസി കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതായത് ബിഫാം കഴിഞ്ഞാൽ ബിഫാം ഫാർമസി പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് ഡിപ്ലോമ വിത്ത് എക്സ്പീരിയൻസ് ജോയിൻ ചെയ്യാം. അപ്പോ ആ കോഴ്സ് പഠിച്ചാല് കുട്ടികൾക്ക് കൂടുതലായും ക്ലിനിക്കൽ സൈഡിലേക്ക് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ ഡിഫാം പഠിച്ച ക്ലിനിക്കൽ സൈഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ബിഫാം ഫാർമസി പ്രാക്ടീസിന് പോകാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ ഇൻഫർമേഷൻസ് സാറിന്റെ പക്കലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതൊന്ന് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും സാർ. ഇല്ല, യഥാർത്ഥത്തിൽ ഞാനത് വൈ ഐ ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ് ബിക്കോസ് നമ്മൾ ആക്ച്വലി ഇവിടെ നോട്ട് ഓൺലി ഇൻ കേരള, ചില സീറ്റുകള് യൂണിവേഴ്സിറ്റികൾ കുറച്ച് ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. അങ്ങനെ ഒരു കോഴ്സിനെ ഇപ്പൊ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിങ്ങനെ ഒരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ആക്ച്വൽ ഔട്ട്കം നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് ഇപ്പം എനിക്കൊന്ന് കേരളത്തിൽ പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനത് കുറെ നോക്കിയതാണ്. നമ്മുടെ കേരള സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്യാം സാറിന്റെ വീഡിയോ കാണാം. ഓക്കെ സാർ, കാണാമോ? കാണാം. ജിൻ സാറേ, ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് ഒക്കെ ഇതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻസ് നടത്തിയിട്ട് ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ അവരിങ്ങനെ ഒരു സ്റ്റേ പോലും വെച്ചിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ ഔട്ട്കം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. മനസ്സിലായോ? പക്ഷെ ഫാർമസി കൗൺസിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ കോഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഒരിത് വന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാതിരുന്നത്. ഐ ഡോണ്ട് നോ, ബാക്കി ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് നല്ല കോഴ്സാണ്, അവർക്ക് ഈക്വലി ഇറ്റ് വിൽ ബി കൺസിഡർഡ് ഈക്വൽ വിത്ത് അതർ കോഴ്സസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ റിയൽ ആയിട്ടുള്ള ഇത് എത്രയാണെന്ന് ഐ എം നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ നൗ. Okay, thank you for sharing the information. കാരണം അങ്ങനെ ഒരു കോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ട് ക്ലിനിക്കൽ സൈഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഫാം ഡിക്ക് പോകാതെ ബിഫാം പ്രാക്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ they can excel in their field. അതെ, തീർച്ചയായിട്ടും അതൊരു നല്ല ഇതാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പൊ പ്രോബ്ലം വന്നിരിക്കുന്ന ഈ ഒരു ഈവനിങ് ടൈമും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഫോർ ദ കോഴ്സ് നടത്താനുള്ള ആ ഒരു ഇതൊക്കെ ദാറ്റ് ഈസ് നോട്ട് അഡിക്വേറ്റ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു നിലപാട്. കുട്ടികളുടെ ചോദ്യത്തിലേക്ക് പോകാം സാർ. ആയിക്കോട്ടെ, ഓക്കെ.
Students, do you have any questions to ask to sir? Have you any questions to ask? Okay, I think it's... Madam, ഒരു സെക്കൻഡ്. ഈ സൂം ചാറ്റിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സർ, വാട്ട് അബൌട്ട് ദ എക്സാംസ് ടു വർക്ക് ഔട്ട്സൈഡ് ഇന്ത്യ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയിരുന്നേ. ഔട്ട്സൈഡ് ഇന്ത്യ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ ഓരോ കൺട്രീസും ഓരോ ടൈപ്പ് ഓഫ് എക്സാം ആണ് ശരിക്കും ഇപ്പൊ നടത്തുന്നത്. നേരത്തെ ഉള്ള പോലെ ഓരോ എക്സാം എഴുതിട്ട് എല്ലാ കൺട്രിയിലും അല്ലെങ്കിൽ 1-2 കൺട്രിയിൽ വർക്ക് ചെയ്യാന്നുള്ള ആ സിസ്റ്റം ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദെയർ നൗ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്. കാരണം ഇപ്പൊ കാനഡയിൽ പോകുന്നവർക്ക് അവർക്ക് അവിടെ ചെന്നിട്ട് ഒരു എക്സാം, ജർമ്മനിയിൽ പോകുന്നവർക്ക് അവിടെ ചെന്നിട്ട് വേറൊരു എക്സാം, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ കണ്ടുവരുന്നത്. സോ അത് ഏത് കൺട്രിയിലാണോ നമ്മൾ പോകുന്നത് അതനുസരിച്ച് ആ ഒരു കൺസൾട്ടൻസിയുമായിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ ആ എക്സാം എടുക്കുക. ഓക്കെ. So I think it's done. So thank you, sir, for answering those questions and for a great presentation. It was a great with us. Thank you. Students of Lisi College of Pharmacy have prepared a video presentation as a part of the World Pharmacist Day celebrations. So let's have a look. Soji madam, clear ആണോ? Visible ആണോ? Yes, കാണാം. Sir, it's not audible. Sir, not audible. Sir, not audible. Yes, sir. Hello? ധരിക്കുക, പിന്നെ സാമൂഹിക അകലം പാലിക്കുക എന്നതുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുന്നത് കേൾക്കൂ.
എന്നാലും ഡോക്ടർ പറയുന്നത് ചെയ്യാനല്ലോ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്കൊരു അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു. ആ മരുന്നിനെ കുറിച്ച് കൂടുതലൊന്നും അവർ പറയില്ല. എന്നാൽ ഒരു ഫാർമസിസ്റ്റ് ആണ് നിങ്ങൾക്ക് ആ മരുന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതെങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നെല്ലാം. അത് വളരെ ശരിയാണല്ലോ. ഇതുവരെയായിട്ട് മാറ്റാനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ ഫാർമസിസ്റ്റ് മരുന്നൊക്കെ നിർമ്മിക്കുമോ? എല്ലാവരും നിർബന്ധമായി എടുക്കേണ്ട വാക്സിനാണ് പോളിയോ വാക്സിൻ. ചെറിയ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കണ്ടുപിടിച്ചത് ജോണാസ് സാൽക്ക് എന്ന ഫാർമസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന മോർഫീൻ, അത് കണ്ടുപിടിച്ചത് ഫെഡറിക് സെർട്യൂണർ എന്ന ഫാർമസിസ്റ്റ് ആണ്. പിന്നെ വേൾഡ്സ് ബെസ്റ്റ് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന പെൻസിലിൻ, അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹവും ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. ഹലോ, സോജി മേഡം കേൾക്കാമോ? Again, because we couldn't able to see the first part. ഓക്കെ, ഞാൻ ആദ്യം മുതൽ ഒന്നും കൂടി ഇടാം. ഇപ്പൊ ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പൊ കേൾക്കാം. Yes. ഓക്കെ. ചോദിച്ചല്ലോ. Respected teachers and my dear friends, a warm good morning to all. Today is a day, a great happiness for me, because September 25th is being observed as the World Pharmacist Day by the international pharmacist community globally since long. The purpose of this day is to encourage activities that promote and advocate for the role of the pharmacist in improving health in every corner of the world. Every year, a distinct theme is used for this day. With this year, the theme being transforming global health. As you know that we face the challenge of COVID-19 pandemic. Pharmacists all over the world are working tirelessly to stop the spread of COVID-19 and to ensure people continue to have access to medicine they need. I want to thank pharmacists for their effort during this difficult time. On this particular occasion, I wish every pharmacist a happy World Pharmacist Day, and I wish every pharmacist every success in helping to improve the health of the community. So dear friends, I would like to conclude my words. Once again, I would like to convey my heartfelt thanks to pharmacists all over the world. Thank you. മോളെ, ആ മാസ്ക് ശരിയായ രീതിയിൽ വെക്ക്. താടിയിൽ വെച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. എനിക്കറിയാം, എന്നെ തിരുത്താനൊന്നും ആരും വരണ്ട. ഇത് വെച്ചേക്കുന്ന ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയുള്ളൂ. നിങ്ങളൊന്ന് പോകാൻ നോക്കി. ഞാൻ വഴക്കിട്ട് പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, കോവിഡ് എന്ന രോഗം പകരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നമുക്ക് രോഗം വരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. ആ മാസ്ക് നേരെ ഇടൂ. ഇത് വല്ല ശരിയായില്ല. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഡോക്ടർ നഴ്സൊക്കെയാണോ? അല്ല, ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എനിക്കും പങ്കുണ്ട്. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഡോക്ടറെ തന്നെ മരുന്ന് എടുത്തു കൊടുക്കാനല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? അതെ, അതെന്തിന്റെ മരുന്നാണോ നിങ്ങൾക്ക് അറിയില്ല. കേൾക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ ഒരു പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങുന്നത് പോലെയാണോ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങുന്നത്? ഒന്നും അറിയാതെ ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യേണ്ടതാണോ അത്? അല്ല, ഓരോ മരുന്നും നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, കമ്പോസിഷൻ, പിന്നെ അതിലടങ്ങിയിരിക്കുന്നവയെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് കൂടിയാണ് നിങ്ങൾക്ക് ആ മരുന്ന് തരുന്നത്. ശരി, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ മരുന്നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, മാസ്കിന്റെ കാര്യം നോക്കണ്ടേ? കുട്ടികളെ, ഈ നാളുകളിൽ കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണുന്നവരാണ് ഞങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് പ്രതിവിധിയായി മരുന്ന് കണ്ടുപിടിക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരുപാട് ഫാർമസിസ്റ്റുകളുണ്ട് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി. ഇപ്പോൾ മരുന്നൊന്നും തരാൻ ഞങ്ങൾക്കില്ല. പക്ഷേ ആകെയുള്ള ഒരു പ്രതിവിധി മാസ്ക് ധരിക്കുക, പിന്നെ സാമൂഹിക അകലം പാലിക്കുക എന്നതുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുന്നത് കേൾക്കൂ. എന്നാലും ഡോക്ടർ പറയുന്നത് ചെയ്യാനല്ലോ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്കൊരു അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു. ആ മരുന്നിനെ കുറിച്ച് കൂടുതലൊന്നും അവർ പറയില്ല. എന്നാൽ ഒരു ഫാർമസിസ്റ്റ് ആണ് നിങ്ങൾക്ക് ആ മരുന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതെങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നെല്ലാം. അത് വളരെ ശരിയാണല്ലോ. ഇതുവരെയായിട്ട് മാറ്റാനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ ഫാർമസിസ്റ്റ് മരുന്നൊക്കെ നിർമ്മിക്കുമോ? എല്ലാവരും നിർബന്ധമായി എടുക്കേണ്ട വാക്സിനാണ് പോളിയോ വാക്സിൻ. ചെറിയ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ?
അത് കണ്ടുപിടിച്ചത് ജോണാസ് സാൽക്ക് എന്ന ഫാർമസിസ്റ്റാണ്. അതുപോലെ തന്നെ ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന മോർഫീൻ, അത് കണ്ടുപിടിച്ചത് ഫെഡറിക് സെർച്യൂണർ എന്ന ഫാർമസിസ്റ്റാണ്. പിന്നെ വേൾഡ്സ് ബെസ്റ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന പെൻസിലിൻ, അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹവും ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. റിയലി ഹീറോസ്. അപ്പൊ നിങ്ങൾ ഡോക്ടറേക്കാൾ വലിയവരാണെന്നാണ് പറഞ്ഞു വരുന്നത്? ഹേയ്, അങ്ങനെയല്ല. എല്ലാവർക്കും ആരോഗ്യ മേഖലയിൽ അവരുടേതായ പങ്കുണ്ട്. രോഗങ്ങൾ മനസ്സിലാക്കി ചികിത്സയ്ക്ക് സഹായിക്കുന്നത് ഡോക്ടർമാരാണ്. അതുപോലെ ട്രീറ്റ്മെന്റിനുള്ള എക്യുപ്മെന്റ്സ് നിർമ്മിക്കാൻ ബയോകെമിക്കൽ എഞ്ചിനീയേഴ്സ് തീർച്ചയായും വേണം. പിന്നെ പേഷ്യൻസിന്റെ ആവശ്യാനുസരണം കെയർ ചെയ്യാൻ വേണ്ടി നഴ്സുമാർ കൂടിയേ തീരൂ. പിന്നെ മരുന്നിന്റെ കാര്യം പറയണ്ടല്ലോ, അത് നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ഫാർമസിസ്റ്റുകൾ തന്നെ വേണം. അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചേച്ചി ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. സോറി ട്ടോ. അതെ ചേച്ചി, സോറി ട്ടാ. താങ്ക് യു ഫോർ യുവർ ഷെയറിംഗ്. അതൊന്നും സാരമില്ല. പലരും അറിയാതെ പോകുന്നവരാണല്ലോ ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കടമകൾ ഞങ്ങൾ നല്ലതുപോലെ നിർവഹിക്കും. ആഗോള ആരോഗ്യ പരിവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ എന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. Enter the world of pharmacy. It held in world supremacy. The legends left us the legacy. So we are the future, it's a prophecy. इस दुनिया में लोगों का मसीह दूर करने के लिए बेबसी बेबसी. We are the pharmacists. We are the future. We are the future. Just don't beat, get down deep from the age-old priest. We live on as pharmacists. From the modern peasant, it very much to comfort your head. We are the pharmacists. We are the future. We are the future. Rested in our hearts the very hour. So we say the lies without the souls and nights. So thank you, dear. Wonderful presentation. So now I call upon Mrs. Gayatri R. Panikkar, lecturer, Lisi College of Pharmacy, to deliver the vote of thanks. Good afternoon, everyone. Respected Reverend Father Shanu Munili, Assistant Director, Lisi Hospitals. The speaker of this session, Professor Dr. Bobby Jones, St. Joseph College of Pharmacy. Our principal, Professor Dr. John Joseph, all the faculties and dear students. It's my privilege to propose a vote of thanks on this occasion. On behalf of Lisi College of Pharmacy, I extend a very hearty vote of thanks to the speaker of the session, Dr. Bobby Jones, for sharing with us the various informations regarding different career opportunities in pharmacy. It was a short and an engaging session, and I hope the students are inspired by your words. I take this opportunity to extend my gratitude to Reverend Father Shanu Munili for sparing his valuable time to be with us during this occasion. I would also like to thank our beloved principal, Dr. John Joseph, our senior faculties, Dr. Ginu Isef and Anida Abraham, for bringing up an idea to organize such a session on the Pharmacist Day. Let me also thank
other faculties for their sincere cooperation. Finally, I must thank all the students for their active participation. Thank you once again and have a nice day. Soji madam, please unmute your mic. Soji madam. Sorry. Thank you, madam. So that concludes the session. Once again, thank you everyone for your cooperation and participation. So thank you. Once again, thank you. Sir, shall we conclude? Yeah, we can.